8 നോമ്പിൻ്റെ ഒരു ഹ്രസ്വ ചരിത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ മാതാവിൻ്റെ ജന്മതിരുനാളിനൊരുക്കമായി 8 നോമ്പ് നാം ആചരിച്ചു വരുന്നു. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദനത്തിന് ഇരയായി. നിർബന്ധിത മതം മാറ്റം സാധാരണയായി. പുരുഷന്മാരെ കൊന്നൊടുക്കിയ സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ വിശ്വാസികൾ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഒന്നിച്ചു ചേർന്നു. തങ്ങളുടെ മാനം സംരക്ഷിക്കപ്പെടാനും തലമുറകൾ നശിക്കാതിരിക്കാനും സ്ത്രീകളും കുട്ടികളും ദേവാലയത്തിനുള്ളിൽ മാതാവിൻ്റെ മധ്യസ്ഥം തേടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. പുരുഷന്മാർ സംരക്ഷണത്തിനായി കാവൽ നിന്നു. ആലുവ പുഴയിൽ ജലമുയർന്നപ്പോൾ തിരുവിതാംകൂർ കടക്കാതെ സൈന്യം മടങ്ങിപ്പോയി. ഈ മാതൃഭക്തിയാണ് 8 നോമ്പിൻ്റെ ആരംഭം. സ്ത്രീകളുടെയും കന്യകകളുടെയും ഉപവാസമാണ് 8 നോമ്പ്. നോമ്പിന് മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വയ്ക്കും. ഒരു പുതിയ മൺകലവും ചിരട്ടത്തവിയും കഞ്ഞി കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ തനിയെ കഞ്ഞി വെച്ച് കുടിക്കും. നോമ്പില്ലാത്തവർ ഇതിൽ തൊടാറേയില്ല. മാതാവിൻ്റെ അമ്മ അന്നാമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അന്നാമ്മ നേർച്ച നേർന്ന് 8 ദിവസം നോമ്പ് നോക്കി ജനിച്ച കുഞ്ഞാണ് മറിയം. 3-ാം ദിവസം ദേവാലയത്തിൽ കാഴ്ചവെച്ചു. അവിടെ മറിയം വളർന്നു എന്നൊരു പാരമ്പര്യ കഥയുമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം 8 നോമ്പിന് അമ്മ മക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പെടുപ്പിക്കും. ശാരീരിക നോമ്പ് ഉള്ളതിനാൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല. രാവിലെ എഴുന്നേറ്റ് കടും കാപ്പി കുടിപ്പിച്ച് പള്ളിയിൽ പോയി കുർബാനയും കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ട് വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കും. ഭർത്തൃ വീട്ടിൽ പലഹാരങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥത്താൽ എത്രയും വേഗം കുഞ്ഞു ജനിക്കണം. തലമുറകളുടെ സമൃദ്ധിയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നാണ് ഇതിൻ്റെ നിയോഗം. ഏറ്റവും പരിശുദ്ധിയോടെ ഈ 8 നോമ്പ് ആചരിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.